നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ ശിവകാർത്തികൻ്റെ ഒരു മികച്ച പൊൻതൂല് തന്നെയാണ്. മറ്റേ വിജയ്ക്ക് ഒരു തിരിച്ചടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ പടം നല്ല പഠിച്ചാണ് പടം ചെയ്തിരിക്കുന്നത്. ഇൻ്റർവൽ സീനിലൊക്കെ ഭയങ്കര കൈഡിയും ബഹളമായിരുന്നു. പിന്നെ എടുത്തു പറയുന്നത് നമ്മുടെ ഒരു കാമിയോ റോൾ, നമ്മുടെ ഒരു നായകൻ വരുന്നുണ്ട്, ബേസിൽ ജോസഫ്, ചെറിയൊരു കാമിയോ റോൾ വരുന്നുണ്ട്. ഏതായാലും പടം കൊള്ളാം. പിന്നെ എടുത്തു പറയേണ്ട ശിവകാർത്തിൻ്റെ അനിയനായിട്ട് അഥർവ എന്ന് പറഞ്ഞ പടം, അവൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പടം. പിന്നെ ജയൻ രവിയുടെ റോൾ, ജയൻ രവി പൊട്ടും വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഏതായാലും പടം നല്ലൊരു ഫീൽ ഗുഡ് മൂവി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഇൻസ്പിറേഷൻ നൽകുന്ന മൂവി കേട്ടോ. പണ്ട് തമിഴ്നാട്ടിൽ നടന്ന ഒരു ഒറിജിനൽ കഥയായിട്ടാണ് ഇത് പറയുന്നത്. ഏതായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ആർട്ട് ഡയറക്ഷന്, കോസ്റ്റ്യൂം എല്ലാം ഉപ്പറിനായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കുറ്റം ചരിത്രമൊക്കെ കാണിച്ചിരിക്കുന്നത് കറക്റ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് പണ്ടത്തെ ട്രെയിൻ സീനും അതുപോലെ പഴയ മധുര സിറ്റിയൊക്കെ കാണിച്ചിരിക്കുന്നത് ഭയങ്കരമായിട്ട് ഒറിജിനാലിറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. അതായത് നല്ലൊരു പടം, നല്ലൊരു പഠിച്ച ചെയ്തിരിക്കുന്ന പടം. ശിവകാർത്തികനെ ഈ പടം ഒരു മുൻതൂലായിരിക്കും, ഉറപ്പായിരിക്കും. എൻ്റെ പൊന്നെ, ശിവകാർത്തികേയൻ്റെ സത്യം പറഞ്ഞാൽ ഇത്രയും കാലം കണ്ട ഏറ്റവും നല്ലൊരു മൂവി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു മുഹൂർത്തം കൂടിയാണത്. നമ്മളൊക്കെ ഇന്നും ഇവിടെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരുപാട് പേരുടെ പോരാട്ടത്തിൻ്റെ ഒരു ഇതാണ് നമ്മൾ ഇപ്പോൾ ഈ ഇന്ത്യയിൽ നിൽക്കുന്നതെന്ന് പറയാം. അപ്പോൾ അത്രയും പെർഫോമൻസ് ആണ്. ശിവകാർത്തികേയനാണെങ്കിൽ ഒരു രക്ഷയില്ല. അതിനൊപ്പം പക്കയായിട്ട് നമ്മുടെ ജയൻ രവി സത്യം പറഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവായിട്ട് വരുന്ന റോളുകളാണെങ്കിലും എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഞാൻ ഹാഫ് ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ സെക്കൻഡ് ഹാഫ് ഇത്രയും ഇതാവുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. എന്താ പറയുക, ഇപ്പോഴൊന്നും ഹാങ് ഓവർ മാറിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഇത്രയും നല്ലൊരു പടമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ക്രൗഡ് ആണെങ്കിലും ആർട്ടാണെങ്കിലും എല്ലാം പെർഫോമൻസ്. നമ്മളൊക്കെ മിക്ക പടങ്ങളിൽ ഈ ബെറായി കാണിച്ചിട്ട് ഈ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളൊന്നും കാണാത്തതുണ്ട്. പക്ഷെ ആ ക്യാമറമാൻ, ആ ഡയറക്ടറെ സംഭവിച്ചിരിക്കണം. എന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു വലിയ ക്രൗഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ആൾക്കാരൊക്കെ ഒരാൾക്കൊരു ഫേസ് ഒരു കാണാത്തൊരു തരത്തിലല്ല, നല്ല ഭംഗിയോടെ ചിത്രീകരിച്ചൊരു മൂവിയാണ് ഇത്. തിയേറ്ററിൽ തന്നെ നമ്മളെല്ലാവരും ഒന്ന് കാണണം. എന്ന് വെച്ചാൽ അത് നമ്മൾ OTT വരാമെന്ന് വിചാരിക്കരുത്. ശിവകാർത്തികനെ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ച് പോയിട്ടുണ്ട്, ജയൻ രവിയോട് എങ്ങനെയാണ് ഇയാളിങ്ങനെ ഫൈറ്റ് ചെയ്യുക ആ ഒരു. പക്ഷേ ആ കോറിയോഗ്രാഫിയൊക്കെ, ഫൈറ്റ് സീനിൻ്റെ കോറിയോഗ്രാഫിയൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ പിന്നെ കാമിയോൻ്റെ റോളിൽ കുറച്ച് പേര് വരുന്നുണ്ടെങ്കിലും അവർക്കൊക്കെ അതിൻ്റേതായ ഭംഗിയായിട്ട് അവർ ചെയ്തു പോയിട്ടുണ്ട്. ഇപ്പോൾ റാണ രഘുപതി അവനൊക്കെ വന്ന്, പക്ഷെ അതിൽ മൂപ്പർക്ക് മാത്രം കുറച്ച് മിസ്സായി പോയോ എന്നൊരു ഡൗട്ട്. ബേസിലിൻ്റെയൊക്കെ വരവും ആ പോക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ മസ്റ്റ് വാച്ചാണ്, തിയേറ്ററിൽ കാണേണ്ട പടമാണ്. എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. പടം കണ്ടു, ഗംഭീരം അതിഗംഭീരം. അത് അഭിനയിച്ച എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഇതായിട്ടേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. കാരണം പൂർവികരെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നമുക്ക് ഇപ്പോൾ ഈ സിനിമയിൽ കൂടെ ഇങ്ങനെയൊക്കെ അറിയാൻ പറ്റും. പഴയ കാലഘട്ടം അത് ഈ ആർട്ട് ഭയങ്കരമായിട്ട് അതിനകത്ത് ആ ഒരു രീതിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അത്രയും ഗംഭീരമായിട്ട് ഓരോ പൊക്കുമോലും ഓരോ കാര്യങ്ങളും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പടം നന്നായിട്ടുണ്ട്. തിയേറ്ററിൽ വന്ന് കണ്ട് നമ്മൾ മനസ്സിലാക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് വേണ്ടി പൂർവ്വം കഷ്ടപ്പെട്ട് ഇത് ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ സിനിമ കണ്ട് നമ്മൾ പാഠപുസ്തകങ്ങളിൽ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും നമുക്ക് അറിയുന്നില്ല. പടം നന്നായിട്ടുണ്ട്, ഗംഭീരം.